ഹലോ എവ്രി വൺ. HSC ഫിസിക്കൽ സയൻസ് എക്സാം കഴിഞ്ഞൊക്കെ ഇരിക്കുകയല്ലേ. പലവരും എന്നോട് ടെലഗ്രാമിലും വാട്സപ്പിലും ഒക്കെ ആയിട്ട് കട്ട് ഓഫ് എത്ര വരുമെന്ന് ചോദിച്ചിരുന്നു. എക്സാം കഴിയുന്ന ആർക്കും ഉണ്ടാകുന്ന ഒരു ക്യൂരിയോസിറ്റിയാണത്. എന്നാൽ എങ്ങനെയാണ് ഈ കട്ട് ഓഫ് തീരുമാനിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? കഴിഞ്ഞ ലിസ്റ്റിൽ എത്ര പേരെ അപ്പോയിൻറ്റ് ചെയ്തു, അതുപോലെ ഇനി എത്ര വേക്കൻസി വരാൻ സാധ്യതയുണ്ട് എന്നതെല്ലാം അനുസരിച്ച് ലിസ്റ്റിലുണ്ടായിരിക്കേണ്ടവരുടെ എണ്ണം PSC തീരുമാനിക്കും. പിന്നീട് ആ തീരുമാനത്തിനനുസരിച്ചുള്ള മാർക്ക് കണ്ടുപിടിക്കുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായി തിരുവനന്തപുരം ജില്ലയിൽ 150 പേരുടെ ഒരു ലിസ്റ്റാണ് വേണ്ടതെങ്കിൽ അവർ ചെക്ക് ചെയ്യും ഈ 150 പേര് വരുന്നത് ഏത് മാർക്ക് റേഞ്ചിലാണ്. ഇപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു 43 റേഞ്ചിൽ 120 പേരാണ് വന്നിരിക്കുന്നത്. എന്നാൽ 42 റേഞ്ച് ആകുമ്പോൾ അത് 180 ആവുന്നുവെങ്കിൽ അതിൻ്റെ ഇടയിലുള്ള മാർക്കുകൾ നോക്കും. അങ്ങനെ നോക്കുമ്പോൾ 150 അടുപ്പിച്ച് കാൻഡിഡേറ്റ്സ് വരുന്ന ഒരു മാർക്ക് റേഞ്ച് ഏതാണെന്ന് തിരഞ്ഞെടുത്ത് അതായിരിക്കും കട്ട് ഓഫ് ആയിട്ട് തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് കട്ട് ഓഫ് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. അതുകൊണ്ട് തന്നെയാണ് എല്ലാ ജില്ലകളിലും ഈ കട്ട് ഓഫ് മാർക്ക് ഡിഫറെൻ്റ് ആവുന്നത്. അവിടെ എത്ര പേര് എക്സാം എഴുതിയെന്നും ആ എഴുതിയവർക്ക് എത്ര റേഞ്ചിലാണ് മാർക്ക് വന്നതെന്ന് അനുസരിച്ചാണ് കട്ട് ഓഫ് മാർക്ക് തീരുമാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ചാനലുകാരോ പ്രഡിക്റ്റ് ചെയ്യുന്ന കട്ട് ഓഫ് മാർക്ക് വരാൻ പോകുന്നില്ല. ചിലപ്പോൾ എന്തെങ്കിലും ഭാഗ്യത്തിന് അതിനടുപ്പിച്ച മാർക്ക് വന്നെന്ന് വരാം. പക്ഷേ അതൊരു പ്രഡിക്റ്റബിൾ തിങ്ക് അല്ല. അതുപോലെ തന്നെ ഇപ്പോൾ വന്നിരിക്കുന്ന പ്രൊഫഷണൽ ആൻസർ കീയിൽ ഒരുപാട് ചാലഞ്ചസ് പോകുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങളുള്ള ഡിസ്ട്രിക്റ്റുകളുടെ ഗ്രൂപ്പുകളിൽ തന്നെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചാലഞ്ചിന് പോകുന്നതായിട്ട് അറിയാം അല്ലേ. അങ്ങനെ വരുമ്പോൾ ഒരു കുത്തിനും കോമയ്ക്കും വരെ ചാലഞ്ച് പോകുന്നവരുണ്ട് നമ്മളുടെ ഗ്രൂപ്പുകളിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും ഒരുപാട് ഡിലീഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഉള്ള മാർക്ക് കുറയാനും സാധ്യതയുണ്ട്. സപ്പോസ് ഒരു 10 ക്വസ്റ്റ്യനാണ് ക്യാൻസൽ അല്ലെങ്കിൽ ഡിലീറ്റ് ആയി എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 50 മാർക്ക് ഇപ്പോഴുള്ള ഒരു കുട്ടിക്ക് ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷമുള്ള മാർക്ക് ചെക്ക് ചെയ്യുമ്പോൾ അത് ഒരു 40നും 50നും ഇടയിലുള്ള മാർക്കായിട്ട് മാറും. കാരണം എല്ലാവർക്കും ഒരുപാട് മാർക്ക് നഷ്ടപ്പെടുന്നു. അപ്പം മാർക്ക് കുറയും, അതിനനുസരിച്ച് കട്ട് ഓഫ് മാർക്കും കുറയും. അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾ ഈ കട്ട് ഓഫിനെ കുറിച്ച് ബോദർ ചെയ്ത് ടെൻഷൻ അടിച്ച് നിങ്ങളുടെ ഉള്ള സമയം കളയാതിരിക്കുക. അതായത് ഇപ്പോൾ മാർക്ക് കൂടുതലായിട്ടുള്ളവർ ഞാൻ എന്തായാലും ലിസ്റ്റിൽ കാണുമെന്ന് വിചാരിച്ച് സന്തോഷിക്കാനോ, മാർക്ക് കുറവുള്ളവർ ഞാൻ കാണില്ല എന്നോർത്ത് ദുഃഖിക്കാനോ സമയമായിട്ടില്ല. തൽക്കാലം സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വരുന്നത് വരെ നിങ്ങൾ ആ ലിസ്റ്റിൽ കാണുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങളുടെ മുന്നിലുള്ള ഓരോ നിമിഷവും ഉപയോഗിക്കുക. ഓക്കെ, താങ്ക്